Hi guys, welcome to our YouTube channel. So guys, ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഒരു സംഭവം കേട്ടോ. അതായത് നമ്മൾ ഫേസ് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യുന്ന ഒരു ഫേഷ്യൽ പോലത്തെ ഒരു സംഭവം. നല്ല റിസൾട്ടാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോ അധികം ലാഗ് അടിപ്പിക്കാണ്ട് നമുക്ക് ചെറിയൊരു ടൈമിൽ തന്നെയൊക്കെ പെട്ടെന്ന് തീർക്കാം. സോ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്ലെൻസ് ചെയ്യാന്നുള്ളതാണ്. നമുക്കിതിൽ ടോട്ടൽ 8 സ്റ്റെപ്പാണ് വരുന്നത്. 8 സ്റ്റെപ്പ് വരുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് നമ്മൾ വല്ലപ്പോഴൊക്കെ ഒന്നൊരു സമയം കൊടുക്കണ്ടേ. അതുപോലെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ മാത്രം ചെയ്താൽ മതി. ഡെയിലി ചെയ്യണ്ട. ഡെയിലി ചെയ്താൽ നമ്മുടെ ഫേസ് എന്തായാലും പണിയായി പോകും. സോ നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ മാത്രം ഈ ഒരു സംഭവം ചെയ്താൽ മതി. സോ ഫസ്റ്റ് തന്നെ വരുന്നത് നമ്മുടെ ഫേസ് നല്ലപോലെ ക്ലെൻസ് ചെയ്യാന്നുള്ളതാണ്. ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്ത് വേറൊന്നുമല്ല, നമ്മളെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന പാലാണ്. പാല് നമ്മൾ എടുത്തിട്ട് റോ മിൽക്ക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോട്ടൺ പാഡ് അതിൽ മുക്കിയിട്ട് നമ്മുടെ ഫേസ് അത് വെച്ചിട്ട് നല്ലപോലെ ക്ലെൻസ് ചെയ്യുക. ഒരു 2 to 3 മിനിറ്റ്സ് മാത്രമേ നമ്മളത് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് കേകി കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കാണാൻ പറ്റും. പാലുകൊണ്ട് നമ്മൾ ഫേസ് ക്ലെൻസ് ചെയ്തതിൻ്റെ ആ ഒരു റിസൾട്ട് അപ്പം സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ പാലിനൊരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വൈറ്റമിൻ ബി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് ഒരു ഡേ മൊത്തം മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി സഹായിക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. ഇനി വെൻ വി ആർ ഗോയിങ് ടു സ്റ്റെപ്പ് 2 ഇറ്റ് ഈസ് സ്റ്റീമിങ്. അതായത് പനി പിടിക്കുമ്പോഴും ജലദോഷം വരുമ്പോഴും അങ്ങനത്തെ അസുഖങ്ങൾ വരുമ്പോൾ മാത്രമല്ല നമ്മൾ സ്റ്റീം ചെയ്യേണ്ടത്, ആവി പിടിക്കേണ്ടത്. ഇതുപോലത്തെ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടും നമ്മൾ സ്റ്റീം ചെയ്ത് കൊടുക്കുക. സ്റ്റീമിംഗ് എന്ന് പറയുന്നത് നല്ലൊരു സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസും ടോക്സിൻസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ പോഴ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര സോഫ്റ്റൻ ആക്കാൻ വേണ്ടി സഹായിക്കും. അതുമാത്രമല്ല നമ്മളെപ്പോഴും യങ് ആൻഡ് ഹെൽത്തി ആയിട്ട് നമ്മുടെ ഫേസ് അങ്ങനെ തോന്നിപ്പിക്കാനും സ്റ്റീമിങ്ങിന് പറ്റും കേട്ടോ. സ്റ്റീമിങ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിഫ്രഷിങ് ഫീൽ ആയിരിക്കും. ഈ സ്റ്റീമിങ് കഴിഞ്ഞിട്ട് നമ്മുടെ ഫേസിൽ കുറേ നമ്മൾ സ്വെറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് ജസ്റ്റ് ഒന്ന് വാട്ടർ കൊണ്ട് കഴുകിയിട്ട് അപ്പം തന്നെ അതൊന്ന് ഒപ്പിയെടുക്കുക. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റെപ്പ് നമ്പർ 3 എക്സ്ഫോലിയേറ്റിംഗ് ആട്ടോ. എക്സ്ഫോലിയിങ് പാക്കായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ കോഫി പൗഡറും അതിലേക്ക് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലും 1 ടീസ്പൂൺ ഹണിയുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് മൂന്നും നമ്മുടെ ഫേസിനെ നല്ല വർക്ക് ചെയ്യുന്നൊരു സംഭവം കേട്ടോ. നമ്മുടെ സ്കിന്നിനെ നമ്മൾ വേണ്ടിയ പോലെ കൊണ്ട് നടന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ ടൈം ആകുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള പണികൾ കിട്ടും കേട്ടോ. നമ്മൾ ഒന്നും നമ്മുടെ ഫേസിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് നിന്നാലും കുറച്ച് ടൈം കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പണി കിട്ടും. നമ്മൾ ഫേസ് അതുപോലെ കൊണ്ട് നടന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 10 to 20 മിനിറ്റ്സ് നമ്മൾ സ്കിൻ കെയറിന് എടുത്താൽ മതി. ബാക്കിയുള്ള ടൈമൊക്കെ നമ്മൾ എന്തോ ചെയ്തോട്ടെ, കുഴപ്പമില്ല. രാവിലെയും രാത്രിയും നമ്മൾ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് വെച്ച് മാത്രം മാറ്റി വെച്ചാൽ മതി. സ്കിൻ കെയറിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഷുവറായിട്ടും അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. എന്തായാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തു തുടങ്ങിയാൽ ഒരു 2 weeks 3 weeks കഴിഞ്ഞാൽ തന്നെ ചെറിയ റിസൾട്ട്സൊക്കെ നമുക്ക് കണ്ടു തുടങ്ങും. ആൻഡ് ഈ പാക്ക് നമ്മളൊരു 2 to 3 മിനിറ്റ്സ് വെച്ചിട്ട് നമ്മൾ കേകി കളയാം. കഴുകുമ്പോൾ നമ്മളൊന്ന് മസാജ് ചെയ്തിട്ട് ആ എക്സ്ഫോലിയേറ്റിംഗ് പാക്ക് വെച്ചിട്ട് തന്നെ ഒന്ന് നല്ലപോലെ മസാജ് ചെയ്തിട്ട് നമ്മൾ കേകി കളയാം. ആൻഡ് വെൻ വി ആർ ഗോയിങ് ടു സ്റ്റെപ്പ് നമ്പർ 4 ഫേസ് പാക്കാണ്. ഈ ഒരു ഫേസ് പാക്കിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് 1 ടീസ്പൂൺ കടലപ്പൊടിയാണ്. കടലപ്പൊടിക്ക് നമുക്ക് 1/2 ടീസ്പൂൺ തൈരും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. നമ്മുടെ ഫേസിനെ നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള ടാനും കാര്യങ്ങളൊക്കെ പോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫേസ് പാക്ക് സഹായിക്കും കേട്ടോ. നമ്മൾ പുറത്തൊക്കെ പോകുമ്പം പ്രത്യേകിച്ച് രാവിലെകളിലൊക്കെ നമ്മൾ പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ ഇട്ടിട്ട് തന്നെ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാവിലെ ഇപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ കൂടി, അതായത് നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ സൺസ്ക്രീൻ ആവശ്യമില്ലല്ലോ എന്നുള്ള ഒരു തോട്ട് വേണം. നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ സൺസ്ക്രീൻ ഇടണം. പുറത്ത് പോകുമ്പോൾ ഇടുന്ന അത്ര എമൗണ്ട് ഓഫ് സൺസ്ക്രീൻ നമ്മൾ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ എമൗണ്ടിലാണെങ്കിലും നമ്മൾ വീട്ടിലിരിക്കുമ്പം സൺസ്ക്രീൻ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് രാത്രി സൺസ്ക്രീൻ ഇടേണ്ട ആവശ്യമില്ല. രാവിലെകളിൽ നമുക്ക് സണ്ണിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഞാനും ആക്ച്വലി സ്കിൻ കെയറിലൊന്നും തീരെ വിശ്വാസം കൊടുക്കാത്ത ഒരാളായിരുന്നു. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 2 to 3 days യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ടൊന്നും കാണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ യൂസ് ചെയ്യൂല. അങ്ങനെ പിന്നെ എൻ്റെ സ്കിന്നിന് നല്ല പണി കിട്ടി തുടങ്ങി. പ്രഗ്നൻസി ടൈമൊക്കെ ആയപ്പം പിമ്പിൾസും കാര്യങ്ങളൊക്കെ അധികമാവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ സ്കിൻ കെയറിലേക്ക് ഇറങ്ങിയതാണ്. പക്ഷേ സ്കിൻ കെയറിലേക്ക് ഇറങ്ങി ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു 1 month യൂസ് ചെയ്തപ്പോൾ എനിക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ആൻഡ് ദെൻ ഐ സ്റ്റിക്ക് ടു സ്കിൻ കെയർ. അതായത് നമ്മുടെ സ്കിന്നിനെ നമ്മൾ സ്നേഹിച്ച സ്കിന്ന് തിരിച്ച് നമ്മളെ സ്നേഹിക്കും. നമുക്ക് അതിനായിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങും. സോ നമ്മൾ ഈ ഫേസ് പാക്ക് നമ്മളൊരു 20 മിനിറ്റ്സ് ഫേസിൽ വെച്ചതിന് ശേഷം കേകി കളയുക. ആൻഡ് സ്റ്റെപ്പ് നമ്പർ 5 ഈസ് ഐസ് മസാജ്. ഒരു 2 ചെറിയ ഐസ് ക്യൂബ്സ് എടുത്തിട്ട് നമ്മുടെ ഫേസ് നല്ലപോലെ മസാജ് ചെയ്ത് ആ ഐസ് ക്യൂബ്സ് തീരുന്ന വരെ നമ്മൾ മസാജ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഇത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഓപ്പൺ പോഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അടയാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഒന്ന് സോഫ്റ്റൻ ആവാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ ഈ ഐസ് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിൽ നല്ലപോലെ സ്റ്റിക്കായിട്ട് നിൽക്കും. ഒരു കേക്കിനെസ് ഉണ്ടാവില്ല. നമ്മുടെ മേക്കപ്പിന് നല്ല വൃത്തിക്ക് നിൽക്കും ഈ ഇങ്ങനെ ഐസ് മസാജ് ചെയ്തിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നമ്മൾ സ്റ്റെപ്പ് നമ്പർ 6 എടുക്കുകയാണ് സിറം. സിറം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ
നമ്മുടെ ഫേസിൽ സിറം യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് നോട്ട് നെസസറി അല്ല. പക്ഷേ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ, അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ആക്നേസ് ഉണ്ടോ, പിഗ്മെൻറ്റേഷൻസ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സിറം നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ സ്കിന്നിന് ആക്നേസും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനും ഉള്ളതുകൊണ്ട് തന്നെ ഐ എം യൂസിങ് വൈറ്റമിൻ സി സിറം. ഡെർമാക്കോയുടെ വൈറ്റമിൻ സി സിറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ സ്കിൻ കൺസേൺസ് ഒന്നും ഇല്ല, വൈറ്റമിൻ സി സിറം നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നേരെ മോയ്സ്ചറൈസറിലേക്ക് കടക്കാം. മോയ്സ്ചറൈസർ ഈസ് എ മസ്റ്റ്. അതെന്തായാലും നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ സ്കിന്നിനെ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്തിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മോയ്സ്ചറൈസർ സഹായിക്കും. സോ എപ്പോഴും ഡേ ആൻഡ് നൈറ്റ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെൻ വി ആർ ഗോയിങ് ടു സ്റ്റെപ്പ് നമ്പർ 8 ലിപ് ബാമാണ്. ഞാനിവിടെ ഡോട്ട്&കീൻ്റെ ലിപ് പ്ലംപിംഗ് മാസ്ക് ആണ് യൂസ് ചെയ്യുന്നത്. അത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ലിപ് മാസ്ക് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാത്രി ഇട്ട് കിടന്നാൽ രാവിലെ വരെ നമ്മുടെ ചുണ്ട് ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ഫേഷ്യൽ എന്ന് പറയുന്നത്. എനിക്ക് ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടിയൊരു സംഭവമാണ്. ഈ ഒരു 8 സ്റ്റെപ്പ് കഴിഞ്ഞതോടുകൂടി എൻ്റെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. ബ്രൈറ്റ് ആവാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വെളുത്തിട്ട് പാറാന്നല്ല. ബ്രൈറ്റ് ആവാമെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഫേസിലെ ടാനും കാര്യങ്ങളും ഡോട്ടും കാര്യങ്ങളൊക്കെ പോയിട്ട് നമ്മുടെ സ്കിന്നിന് നമുക്കൊരു റിഫ്രഷ്മെൻറ്റ് ഫീലിംഗ്, അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ഒന്ന് തിളങ്ങുന്ന പോലെ നമുക്ക് തോന്നും. ഈ ഒരു സംഭവം നമ്മൾ ഡെയിലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 വീക്സ് കൂടുമ്പോൾ മാത്രം നമ്മൾ ചെയ്താൽ മതി. എന്തായാലും റിസൾട്ട് കിട്ടും. പിന്നെ മാക്സിമം നമ്മൾ കിടക്കുന്നതിന് മുന്നേ രാത്രി ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി നോക്കുക. രാവിലെ എണീച്ചാൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ബൈ.